ആൽക്കഹോൾസിനെ ആൽക്കീനിൽ നിന്നും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ആൽക്കഹോൾസിനെ കാർബണൈൽ കോമ്പൗണ്ട്സിൽ നിന്നും എങ്ങനെയെല്ലാം പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. എന്താണ് കാർബണൈൽ കോമ്പൗണ്ട്സ്? CO ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന ആൽഡിഹൈഡിനെയും കീറ്റോണിനെയുമാണ് കാർബണൈൽ കോമ്പൗണ്ട്സ് വിളിക്കുന്നത്. ഈ കാർബണൈൽ കോമ്പൗണ്ട്സ് ആയിട്ടുള്ള ആൽഡിഹൈഡിൽ നിന്നും കീറ്റോണിൽ നിന്നും എങ്ങനെയെല്ലാമാണ് ആൽക്കഹോൾസ് പ്രിപ്പയർ ചെയ്യുന്നത്? അതിലെ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ദ റിഡക്ഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും റിഡക്ഷന് വിധേയമാക്കുക വഴി കറസ്പോണ്ടിങ് ആൽക്കഹോൾസ് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു. ആൽഡിഹൈഡ്സിൽ നിന്നും കീറ്റോൺസിൽ നിന്നും എങ്ങനെയൊക്കെയാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്? അതിൽ ആദ്യത്തെ മെത്തേഡാണ് കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ. എന്താണ് കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ? ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് undergo reaction with a hydrogen in the presence of a catalyst. കാറ്റലിസ്റ്റുകളായിട്ട് സാധാരണ ഉപയോഗിക്കുന്നത് പ്ലാറ്റിനം, പലേഡിയം, നിക്കൽ, റുഥീനിയം പോലെയുള്ള മെറ്റലുകളാണ്. ഇത്തരത്തിലുള്ള കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കറസ്പോണ്ടിങ് ആൽക്കഹോൾസ് ഉണ്ടാകുന്നു. ഇവിടെ അതിൻ്റെ ചില എക്സാമ്പിൾസ് കാണാം. RCHO അതായത് ആൽഡിഹൈഡ് undergo reaction with H2 in the presence of palladium form corresponding alcohol. ഇവിടെ CHOയിലേക്ക് H2 ആഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെ പ്രൊഡക്റ്റ് RCH2OH ആയിട്ട് മാറുന്നു. ഇതാണ് റിഡക്ഷൻ ബൈ ആഡിങ് ഹൈഡ്രജൻ അല്ലെങ്കിൽ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് അസറ്റാൽഡിഹൈഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. CH3CHO CH3CHO എന്ന അസറ്റാൽഡിഹൈഡിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. ഈ റിയാക്ഷൻ നടക്കുന്നത് പലേഡിയം എന്ന കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണ്. ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് CH3CH2OH അഥവാ എഥനോൾ ആണ്. അപ്പോൾ എഥനോൾ എന്ന് പറയുന്നത് ഒരു പ്രൈമറി ആൽക്കഹോളാണ് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ആൽഡിഹൈഡ്സ് റിഡക്ഷൻ സംഭവിച്ചുകൊണ്ട് കിട്ടുന്നത് പ്രൈമറി ആൽക്കഹോൾസ് ആണ്. പ്രത്യേകം ഓർക്കണം, ആൽഡിഹൈഡ്സ് ഓൺ റിഡക്ഷൻ ഗിവ്സ് പ്രൈമറി ആൽക്കഹോൾസ്. അടുത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ അണ്ടർഗോ റിയാക്ഷൻ വിത്ത് സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻസ് ഗിവ് കറസ്പോണ്ടിങ് ആൽക്കഹോൾ. ആൽഡിഹൈഡും കീറ്റോണും സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റുകളായിട്ടുള്ള ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് അതുപോലെ തന്നെ സോഡിയം ബോറോഹൈഡ്രൈഡ് എന്നിവയുമൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആൽഡിഹൈഡിനും കീറ്റോണിനും റിഡക്ഷൻ സംഭവിച്ചുകൊണ്ട് കറസ്പോണ്ടിങ് ആൽക്കഹോളായിട്ട് മാറുന്നു. ഇവിടെ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആണ് LiAlH4 എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. സോഡിയം ബോറോഹൈഡ്രൈഡ് ആണ് NaBH4 എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇവയ്ക്ക് റിഡക്ഷൻ സംഭവിക്കുകയും കറസ്പോണ്ടിങ് ആൽക്കഹോളായിട്ട് മാറുകയും ചെയ്യുന്നു. ഇവിടെ നോക്കൂ, RCHO എന്ന ആൽഡിഹൈഡിലേക്ക് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആഡ് ചെയ്യപ്പെടുമ്പോൾ RCHOക്ക് റിഡക്ഷൻ സംഭവിച്ച് കറസ്പോണ്ടിങ് ആൽക്കഹോൾ ഉണ്ടാകുന്നു. അപ്പോൾ ആൽഡിഹൈഡിന് റിഡക്ഷൻ സംഭവിച്ചുണ്ടാകുന്ന ആൽക്കഹോൾ പ്രൈമറി ആൽക്കഹോളാണ്. അടുത്തതായിട്ട് ഒരു കീറ്റോൺ ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. CO ഗ്രൂപ്പുള്ള കീറ്റോൺ. കീറ്റോൺ അണ്ടർഗോ റിഡക്ഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് സോഡിയം ബോറോഹൈഡ്രൈഡ് ആൻഡ് ഫോം കറസ്പോണ്ടിങ് സെക്കൻഡറി ആൽക്കഹോൾ. ഇങ്ങനെ ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും റിഡക്ഷൻ സംഭവിക്കുക വഴി ആൽക്കഹോൾസ് പ്രിപ്പയർ ചെയ്യുന്നു. പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ആൽഡിഹൈഡ്സ് ഓൺ റിഡക്ഷൻ gives primary alcohols whereas ketones on reduction gives secondary alcohols. കാർബണൈൽ കോമ്പൗണ്ടുകളായിട്ടുള്ള കാർബോക്സിലിക് ആസിഡിൽ നിന്നും എസ്റ്ററിൽ നിന്നും ആൽക്കഹോൾസ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. റിഡക്ഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്സ് ആൻഡ് എസ്റ്റേഴ്സ്. കാർബോക്സിലിക് ആസിഡ്സിനെയും എസ്റ്റേഴ്സിനെയും റിഡക്ഷൻ നടത്തുക വഴിയും ആൽക്കഹോൾസിനെ പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ആൽഡിഹൈഡിൽ നിന്നും കീറ്റോണിൽ നിന്നും ആൽക്കഹോളിനെ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? അതുകൊണ്ട് തന്നെ അടുത്തതായിട്ട് കാർബോക്സിലിക് ആസിഡ് COOH ഫങ്ഷണൽ ഗ്രൂപ്പുള്ള കാർബോക്സിലിക് ആസിഡിൽ നിന്നും എങ്ങനെയാണ് ആൽക്കഹോൾസിനെ പ്രിപ്പയർ ചെയ്യുക എന്ന് നോക്കൂ. കാർബോക്സിലിക് ആസിഡ്സ് ആർ റെഡ്യൂസ്ഡ് ടു പ്രൈമറി ആൽക്കഹോൾസ് ഇൻ ദ പ്രസൻസ് ഓഫ് എ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ്സ് ലൈക്ക് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് പോലെയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട്
കാർബോക്സിലിക് ആസിഡിനെ ആൽക്കഹോളുകളാക്കിയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. കാർബോക്സിലിക് ആസിഡ് പ്രൈമറി ആൽക്കഹോളുകളാണ് ഫോം ചെയ്യുന്നത്. പ്രധാനമായിട്ടും 2 സ്റ്റെപ്പ് റിയാക്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് കാർബോക്സിലിക് ആസിഡിൽ നിന്നും പ്രൈമറി ആൽക്കഹോൾസ് ആക്കി മാറ്റുന്നത്. ഇവിടെ നമുക്ക് കാണാം കാർബോക്സിലിക് ആസിഡ് COH ഗ്രൂപ്പ് അല്ലെങ്കിൽ COH ഫങ്ഷണൽ ഗ്രൂപ്പുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളാണ് കാർബോക്സിലിക് ആസിഡ് RCOH. ഇതിനെ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് പോലെയുള്ള സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് റിഡക്ഷൻ നടത്തുന്നു. അതിനുശേഷം വാട്ടർ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. അതായത് ഹൈഡ്രോളിസിസ് നടത്തുന്നതിൻ്റെ ഫലമായി കറസ്പോണ്ടിങ് ആൽക്കഹോൾ ലഭിക്കുന്നു. ഈ ആൽക്കഹോൾ പ്രൈമറി ആൽക്കഹോളിന് എക്സാമ്പിളാണ്. അതിന് ഒരു ഉദാഹരണം എന്ന് പറയുന്നത് C6H5COH, അതായത് ബെൻസോയിക് ആസിഡ് ഓൺ റിഡക്ഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് followed by hydrolysis gives corresponding alcohol. C6H5CH2OH എന്ന ബെൻസൈൽ ആൽക്കഹോൾ ലഭിക്കുന്നു. പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുള്ള കാര്യം, കാർബോക്സിലിക് ആസിഡിന് റിഡക്ഷൻ സംഭവിച്ചുണ്ടാകുന്നത് പ്രൈമറി ആൽക്കഹോൾ ആണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് പ്രൈമറി OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബൺ ഒരു കാർബൺ ആറ്റത്തിനോടാണ് ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് പ്രൈമറി ആൽക്കഹോൾ ആയിട്ട് കണക്കാക്കാം. സാധാരണയായിട്ട് കൊമേഴ്ഷ്യലി അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ കാർബോക്സിലിക് ആസിഡുകളെ വളരെ ഈസി ആയിട്ട് എസ്റ്ററുകളാക്കി മാറ്റുകയും അതിനുശേഷം എസ്റ്ററുകളിൽ നിന്നും ഒരു മിക്സ്ചർ ഓഫ് ആൽക്കഹോൾസ് ഉണ്ടാക്കുകയുമാണ് ചെയ്യാറുള്ളത്. എങ്ങനെയാണ് കാർബോക്സിലിക് ആസിഡിനെ എസ്റ്ററാക്കി മാറ്റുന്നത്? നമ്മൾ ലാബുകളിൽ കാർബോക്സിലിക് ആസിഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. എന്താണ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ? വെൻ a carboxylic acid and alcohol undergo reaction in the presence of concentrated sulfuric acid, a fruity smell substance is get formed or ester is get formed. This reaction is known as esterification reaction. അതായത് കാർബോക്സിലിക് ആസിഡിലേക്ക്, അതായത് RCOH എന്ന കാർബോക്സിലിക് ആസിഡിലേക്ക് R-OH എന്ന ആൽക്കഹോൾ ആഡ് ചെയ്യുന്നു. ഈ റിയാക്ഷൻ നടക്കേണ്ടത് ഒരു സ്ട്രോങ് ആസിഡിൻ്റെ പ്രസൻസിലാണ്. സൾഫ്യൂരിക് ആസിഡ് പോലെയുള്ള സ്ട്രോങ് ആസിഡിൻ്റെ പ്രസൻസിൽ കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും റിയാക്ട് ചെയ്യുകയും റിയാക്ട് ചെയ്ത് ഫ്രൂട്ടി സ്മെല്ലുള്ള എസ്റ്റർ എന്ന കോമ്പൗണ്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ എസ്റ്ററിന് പിന്നീട് റിഡക്ഷൻ സംഭവിച്ചുകൊണ്ട് കറസ്പോണ്ടിങ് ആൽക്കഹോളുകൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ നോക്കാം, കാർബോക്സിലിക് ആസിഡ് അണ്ടർഗോ റിയാക്ഷൻ വിത്ത് ആൻ ആൽക്കഹോൾ ഇൻ ദ പ്രസൻസ് ഓഫ് H+ ഫോം ആൻ എസ്റ്റർ. എസ്റ്ററിന് ഹൈഡ്രജൻ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കോപ്പർ ക്രോമൈഡ് കാറ്റലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടോ റിഡക്ഷൻ സംഭവിക്കുമ്പോൾ 2 ആൽക്കഹോൾസിൻ്റെ മിക്സറാണ് ലഭിക്കുക. ഇവിടെ നമുക്ക് RCH2OH എന്ന ആൽക്കഹോളും അതോടൊപ്പം തന്നെ R-OH എന്ന ആൽക്കഹോളും ലഭിക്കുന്നു. ഇങ്ങനെ എസ്റ്റർ എന്ന കാർബണൈൽ കോമ്പൗണ്ടിൽ നിന്നും ആൽക്കഹോൾസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് കാർബണൈൽ കോമ്പൗണ്ടുകളെ റിഡക്ഷൻ നടത്തുക വഴി നമുക്ക് ലഭിക്കുന്നത് ആൽക്കഹോൾസുകളാണ് എന്ന് പ്രത്യേകം ഓർക്കണം. ആൽഡിഹൈഡ് എന്ന കാർബണൈൽ കോമ്പൗണ്ടിന് റിഡക്ഷൻ സംഭവിച്ചാൽ പ്രൈമറി ആൽക്കഹോൾ ലഭിക്കുന്നു. കീറ്റോണിന് റിഡക്ഷൻ സംഭവിക്കുമ്പോൾ സെക്കൻഡറി ആൽക്കഹോളാണ് ലഭിക്കുന്നത്. അതുപോലെ കാർബോക്സിലിക് ആസിഡിന് റിഡക്ഷൻ സംഭവിക്കുമ്പോൾ ലഭിക്കുന്നത് പ്രൈമറി ആൽക്കഹോളാണ്. എസ്റ്റേഴ്സിന് റിഡക്ഷൻ സംഭവിക്കുമ്പോൾ ലഭിക്കുന്നത് മിക്സ്ചർ ഓഫ് പ്രൈമറി ആൽക്കഹോൾസ് ആണ്. ഇത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ട ഒന്നാണ്.